ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ പോലീസ് സ്റ്റേഷന് മുന്നിലെ ഓണാഘോഷത്തിൽ കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീതിന്യായ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയ സംഭവത്തിൽ ഇഡി കൊച്ചി സോണൽ ഓഫീസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകും. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ ഇഡി കോടതിയെ സമീപിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ജിജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇഡി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതികൾ ജാമ്യത്തിലാണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇഡിയുടെ തുടർ നീക്കങ്ങളെ? ഗുഡ് മോർണിംഗ് രാഗി. ഗുഡ് മോർണിംഗ് കെ പി. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം നേരത്തെ തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തിരുന്നു. കാരണം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി സുതാര്യമായി അല്ലെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ CPM ക്രിമിനലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ആക്രമിച്ച് കൊലപ്പെടുത്താനടക്കം ശ്രമിച്ച, അല്ലെങ്കിൽ അവരുടെ ജീവഹാനി വരുമെന്നറിഞ്ഞിട്ടും അത്തരത്തിലുള്ള വലിയ കല്ലുകളടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പ് റിപ്പോർട്ടുകൾ നൽകിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന പ്രശാന്ത് സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിൽ IP ബിനു അടക്കമുള്ള CPMന്റെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള IP ബിനു അടക്കമുള്ള ആളുകൾ ഓണം ആഘോഷിച്ച ഊഞ്ഞാലാടിയും പോലീസുകാർ വാങ്ങിയ അതേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചും, അത് വാങ്ങിക്കൊടുത്തത് തന്നെ പോലീസുകാരാണ്. അവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വസ്ത്രം വാങ്ങിയപ്പോൾ അതിലധികം വാങ്ങി എന്നതാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവകരമായി കണ്ടുകൊണ്ട് തന്നെ ഈ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ തുടർ നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ മേലുദ്യോഗസ്ഥർക്ക് വിശദമായ റിപ്പോർട്ട് കൊച്ചി സോണൽ ഓഫീസ് നൽകാനിരിക്കുന്നത്. കാരണം നേരത്തെ ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഒന്നിലധികം തവണ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും എത്തിയിരുന്നു. അഡീഷണൽ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ എത്തി. അവരെല്ലാവരും തന്നെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം അത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല എന്നും കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ അവിടെ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി ഒപ്പിടാനെത്തിയ ഈ പ്രതികൾ, CPM ക്രിമിനലുകളായ പ്രതികൾ, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾ, അവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ ഊഞ്ഞാലാടുകയും പോലീസുകാർ ഒരുമിച്ച് ഒരേ കളറിൽ വാങ്ങിയ വസ്ത്രം അതിൻ്റെ ഒരു അതേ വസ്ത്രം തന്നെ ധരിച്ച് അവിടെ എത്തി ഓണം ആഘോഷിക്കുകയും എല്ലാം തന്നെ ചെയ്തത് നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നതാണ്. ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സുതാര്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഈ വിധത്തിൽ പോലീസിൽ നിന്ന് പ്രതികൾ ഇത്തരം സംരക്ഷണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലും അവർ യാതൊരു ഭയവുമില്ലാതെ ഈ രീതിയിൽ പെരുമാറുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം ഇവിടെ കൃത്യമായി ജോലി ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളിൽ എന്തായിരിക്കണം ഇനിയുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്നത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ പ്രശാന്ത് അടക്കമുള്ള SHO ആയിട്ടുള്ള പ്രശാന്ത് അടക്കം അന്വേഷണത്തെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പോലീസ് അസോസിയേഷന്റെ CPM അനുകൂല സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ആളാണ്. ഈ സംഭവം നടക്കുമ്പോൾ മാത്രമല്ല ഇപ്പോഴും സ്റ്റേഷൻ ചുമതലയിൽ തന്നെ നിൽക്കുന്നു. സ്ഥലം മാറ്റം മാറിയിട്ടുണ്ടായിരുന്നില്ല. സ്ഥലം മാറ്റം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എങ്ങനെ ഈ പ്രതികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവരുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ പോലീസും കോടതിയെ സമീപിക്കുമ്പോൾ അതിനൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതേ ആവശ്യം ഉയർത്തിക്കൊണ്ട്, കാരണം നേരത്തെ എന്തുകൊണ്ടാണോ ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കണമെന്ന് പറയുന്നത് ആ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യും. ഇവിടെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ ഏതായാലും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം CPM വലത് അല്ലെ UDF LDF ഒത്തുകളി ഏതൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാം. പക്ഷേ ED നിലപാട് കടുപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം